ചർച്ചകൾ വേറെ ഒരു തലത്തിലേക്ക് എത്തിച്ച് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ഒറ്റപ്പെടുത്തുന്നതിനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി രൂപപ്പെടുത്തിയതാണിത്. മുമ്പേ തുടങ്ങിയതാണ്. ഇപ്പോ അൻവറെ സ്വീകരിക്കാൻ പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് തയ്യാറായിരിക്കുകയാണല്ലോ. അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അൻവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളതിൽ അവിശ്വസിക്കുന്നില്ല, അതെല്ലാം സത്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് 150 കോടി രൂപ മത്സ്യവണ്ടിയിൽ കടത്തി കേരളത്തിലേക്ക് കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് അൻവർ പറഞ്ഞിരുന്നു. അതുകൂടി ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ഭാഗമായി ഒന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചാൽ എന്താണ് സുധാകരൻ സ്വീകരിക്കുന്നതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാവും. പ്രതിപക്ഷ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുകയാണ്. അപ്പൊ എന്തിനായി പുതിയ വെളിപ്പെടുത്തലല്ല, പഴയ ആയുധങ്ങൾ അത് തുരുമ്പ് പിടിച്ച് കിടക്കുകയാണ്. അതാണിപ്പോൾ എടുത്ത് കൊണ്ടുവന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഒരാൾ ശ്രദ്ധിക്കാത്ത കുറെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ആ ആരോപണങ്ങൾ UDFും BJPയും ഉയർത്തിക്കൊണ്ടുവന്നതാണ്. അതാണിപ്പോ അൻവർ വീണ്ടും പറയട്ടെ പൊടിമുട്ടി എടുത്തിട്ടുള്ളത്. ഒരു കാര്യം പറയാം, സാധാരണ നിലയിൽ ഈ വിഷപ്പാമ്പ് പോലും പാല് കൊടുത്ത കൈക്ക് കടിക്കില്ല. ഇതല്ല, അതിനേക്കാളും അപ്പുറമുള്ളതാണ് അൻവർ ചെയ്തിട്ടുള്ളത്. അൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ കേരള ഗവൺമെന്റോ അല്ലെങ്കിൽ പാർട്ടിയോ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രതിഷേധമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? ശശിയെ സംബന്ധിച്ചാണ് അവസാനം പറയുന്നത്. ശശിയെ സംബന്ധിച്ച് ഒരു പരാതി പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടില്ല, BJPക്ക് കൊടുത്തിട്ടില്ല. പിന്നീടാണ് അദ്ദേഹം ഒരു പരാതി സംസ്ഥാന സെക്രട്ടറിക്ക് കൊടുത്തത്. എന്തേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആദ്യം അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കൊടുത്ത ഘട്ടത്തിൽ ശശിക്കെതിരായിട്ടൊന്നും പറയാതിരുന്നത്? ഇപ്പൊ പറയുന്നത് ഞാൻ അത് പുറത്തു വിടുമെന്നാ. പുറത്തു വിട്ടോട്ടെ, ഉള്ളി പൊളിച്ചതുപോലെ ഉണ്ടാവും ശശിക്കെതിരായിട്ടുള്ള ആരോപണം. ഒരു പേടിയും ഞങ്ങൾക്കതിലില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിഞ്ഞ വെള്ളത്തിൽ തന്നെയാണ് ഗവൺമെന്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും നിൽക്കുന്നത്. പാർട്ടിക്ക് ഇതിൽ യാതൊരു ആശങ്കയുമില്ല. പിന്നെ ഇതിന്റെ എല്ലാം ഭാഗമായി CPMനെയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വല്ലാത്ത രൂപത്തിൽ ആക്രമിച്ച് കളയാം എന്ന് ധരിക്കരുത്. അത് ഈ പാർട്ടിയുടെ ശരീരഘടനയും മനസ്സും അറിയാത്തത് കൊണ്ടാണ്. ഇതിനേക്കാളും വലിയ ഭീഷണികളെയും അതുപോലെ തന്നെ നീക്കങ്ങളെയൊക്കെ ചെറുത്ത് നിന്നിട്ടാണ് ഈ പാർട്ടി ഇവിടെ എത്തിയത്. പൊതുസമൂഹത്തിന് നിരക്കാത്ത, പാർട്ടിക്ക് നിരക്കാത്ത ഏതെങ്കിലും രൂപത്തിലുള്ള പ്രവൃത്തി ഏത് കൊമ്പന്റെ ഭാഗത്തു നിന്നുണ്ടായാലും ഏത് പ്രഗത്ഭന്റെ ഭാഗത്തുണ്ടായാലും നിഷ്കരണം നടപടിയെടുത്തൊരു പാർട്ടിയാണിത്. അതിനൊരു കാരുണ്യവും ഇന്നേവരെ ഈ പാർട്ടി കാട്ടിയിട്ടില്ല. അത് ഈ പൊതുസമൂഹത്തിനറിയാം. പിന്നെ പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആക്രമിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെയും BJPന്റെയും അജണ്ടയാണ്. ആ അജണ്ട ഇപ്പൊ അവസാനം നടപ്പിലാക്കാൻ വേണ്ടി അൻവറിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ് KPCC പ്രസിഡന്റിന്റെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശം.